മാഹി ചാലക്കരയിലെ ഫ്രഞ്ച് റിവേര ഫ്ളാറ്റിൽ നിന്നും മലിനജലം ഡ്രെയിനേജിലേക്ക് ഒഴുകുന്നതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ കർമ്മ ന്യൂസിന്. കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മളെ ഈ ഫ്ളാറ്റിൽ നിന്ന് മലിനജലം നമ്മളെ മുനിസിപ്പൽ ഡ്രെയിനേജിലേക്ക് ഒഴുക്കുന്നതായിട്ടുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് നാട്ടുകാർ സംസാരിച്ചപ്പോൾ വളരെ അറഗൻ്റായിട്ടാണ് ഇതിൻ്റെ അധികൃതർ സംസാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടി ഈ വിഷയം പുട്ടപ്പ് ചെയ്തു. ഇന്നിവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഇല്ലീഗലായിട്ട് മലിനജലം ഡ്രെയിനേജിലേക്ക് വിടുന്നത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ ഈ റോഡിൻ്റെ സ്ഥലം കയ്യേറി സ്ലാബിൻ്റെ മേലെ മണ്ണിട്ടായിട്ട് കണ്ടു. അപ്പോൾ ഇത് രണ്ടും റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരാഴ്ച സമയം പാർട്ടി കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഈ വിഷയങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ ശക്തമായ സമരവും പ്രതിഷേധവുമായിട്ട് പാർട്ടി ഉണ്ടാവും. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരെ കൂടെ നിന്നുകൊണ്ട് പരിഹരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എന്നും മുന്നിലുണ്ടാവും എന്ന് ഈ അവസരത്തിൽ പറയാം. ഇവർ ഇത് മൂടി വെച്ചിന്. ഇതാണ് ട്രീറ്റ് ചെയ്തിട്ട് വിടുന്ന വെള്ളം. അങ്ങനെയുണ്ട്. രാവിലെ കണ്ടതിന് രാവിലെ മൂന്ന് നേരത്തെ കണ്ടോണ്ടിയാ ദിവസം പോകുന്നുണ്ട് വെള്ളം. ഇതെന്ത് സംഭവിച്ചു? മലിനജലം ഡ്രെയിനേജിലേക്ക് ഒഴുകുന്നതായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് BJP നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. റോഡിന്റെ ഭാഗത്ത് സ്ലാബിന്റെ താഴെ മണ്ണ് അടിഞ്ഞുകൂടിയ നിലയിൽ കണ്ടെത്തി. ഇത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നാട്ടുകാർ പരാതിയും നൽകി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത പക്ഷം ശക്തമായ സമര നടപടികൾ സംഘടിപ്പിക്കുമെന്ന് BJP മുന്നറിയിപ്പ് നൽകി. പരിശോധനയ്ക്കിടെ പള്ളൂർ സ്റ്റേഷൻ SI സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. BJP മണ്ഡലം പ്രസിഡന്റ് പ്രബീഷ് കുമാർ, സംസ്ഥാന സമിതി അംഗം ദിനേശ് അങ്കവളപ്പിൽ, മണ്ഡലം സെക്രട്ടറിമാരായ മഗ്നീഷ് മഠത്തിൽ, ത്രിജേഷ് KM എന്നിവർ പങ്കെടുത്തു. ഈ ഫ്ളാറ്റിന്റെ തുടക്കത്തിൽ തന്നെ വിവാദങ്ങൾ നിലകൊണ്ടിരുന്നു. ഇതിൽ മാഹിയിലെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ ബിനാമികൾക്ക് ഫ്ളാറ്റുകളുണ്ട്. ഈ ഫ്ളാറ്റ് തുടക്കത്തിൽ തന്നെ പ്രദേശവാസികൾക്ക് വൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.